Good morning, students. Keam 2020 ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If z is equal to x minus iy and z raised to 1/3 is equal to p plus iq. കണ്ടുപിടിക്കേണ്ടത് 1 by p square plus q square into x by p plus y by q കണ്ടുപിടിക്കും. ഇതിന്റെ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് z is equal to x minus iy എന്ന് തന്നിരിക്കുന്നു. z raised to 1/3 എന്ന് തന്നിരിക്കുന്നത് p plus iq. അപ്പൊ z സമയം എത്രയായിരിക്കും? p plus iq the whole cube ആയിരിക്കും. ഇനി a plus b ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ എന്താണ്? a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. ഇതാണ് a പ്ലസ് b ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ p ക്യൂബ് പ്ലസ് 3p സ്ക്വയർ ഇൻറ്റു i ക്യൂബ് പ്ലസ് 3p into iq the whole square plus iq the whole cube. Then നമുക്ക് എന്ത് കിട്ടും? p ക്യൂബ് പ്ലസ് ഇവിടെ നമുക്ക് i into 3p സ്ക്വയർ ക്യൂബ് രണ്ടാമത്തെ ടൈം കിട്ടി. അടുത്ത ടൈം എന്താണ്? ഇവിടെ i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -3p q സ്ക്വയർ. മൂന്നാമത്തെ ടൈം എന്താണ്? ഇവിടെ i ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? i ക്യൂബ് എന്ന് പറഞ്ഞാൽ i സ്ക്വയർ ഇൻറ്റു i ആണ്. അപ്പോൾ -1 into i, that is minus i. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ടൈം എന്ത് കിട്ടും? -i ക്യൂബ്. അപ്പോൾ x minus iy ആണ് z. z is equal to x minus iy. അപ്പോൾ x minus iy is to p ക്യൂബ് plus i into 3 into p square ക്യൂബ് minus 3p q square minus iq ക്യൂബ്. Therefore x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ x ന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. x is equal to equating real part equate ചെയ്യുമ്പോൾ p ക്യൂബ് അല്ലേ? p ക്യൂബ് minus 3p q സ്ക്വയർ x ന്റെ വാല്യൂ. ഇനി ഇമേജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇമേജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ -y is equal to ഇവിടെ നമുക്ക് 3p സ്ക്വയർ q മൈനസ് q ക്യൂബ്. അപ്പോൾ y സമയത്തായിരിക്കും -3p സ്ക്വയർ q പ്ലസ് q ക്യൂബ്. അപ്പോൾ y എന്നുള്ളത് -3p സ്ക്വയർ q പ്ലസ് q ക്യൂബ്. -y ആണ് 3p സ്ക്വയർ q മൈനസ് q ക്യൂബ് വരുന്നത്. അപ്പോ പ്ലസ് y എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? -3p സ്ക്വയർ q പ്ലസ് q ക്യൂബ്. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് x ബൈ പി പ്ലസ് y ബൈ ക്യൂ. എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു? p ക്യൂബ് മൈനസ് 3p q സ്ക്വയർ ബൈ പി പ്ലസ് വൈയുടെ വാല്യൂ എത്രയായിരുന്നു? -3p സ്ക്വയർ ക്യൂബ് പ്ലസ് q ക്യൂബ് ഡിവൈഡഡ് ബൈ ക്യൂബ്. ഇത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു p ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും? നമുക്ക് p സ്ക്വയർ വരും. ഇവിടെ -3q സ്ക്വയർ വരും. ഇവിടെ നമുക്ക് ഒരു q ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എത്ര കിട്ടണേ? നമുക്ക് -3p സ്ക്വയർ. ഇവിടെ നമുക്ക് ഒരു q പോയി കഴിയുമ്പോൾ q സ്ക്വയർ വരും. അപ്പൊ കിട്ടുന്ന ആൻസർ എത്രയാണ് നോക്കിയേ. ഇവിടെ p സ്ക്വയറിൽ നിന്ന് -3p സ്ക്വയർ വയ്ക്കുമ്പോൾ -2p സ്ക്വയർ വരും. -3q സ്ക്വയറിൽ നിന്ന് q സ്ക്വയർ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നേ? -q സ്ക്വയർ -2q സ്ക്വയർ വരും. അപ്പൊ അതിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? നമുക്ക് -2 പുറത്തെടുക്കാം. അപ്പൊ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ വരും. -2 പുറത്തെടുക്കും. -2 പുറത്തെടുത്ത് കഴിയുമ്പോൾ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ വരും. ആ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് വരും? 1 by p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇൻറ്റു x by p പ്ലസ് y by q ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? -2. നമ്മുടെ ആൻസർ ആയില്ലേ നോക്കിയേ. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 1 by p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇൻറ്റു x by p പ്ലസ് y by q ന്റെ ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എത്ര കിട്ടി? നമ്മുടെ ഓപ്ഷൻ എ. ആൻസർ -2 എന്ന ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? z എന്നുള്ളത് നമുക്ക് x മൈനസ് i y തന്നിട്ടുണ്ട്. z raised to 1/3 എന്നുള്ളത് എന്താ തന്നിരിക്കുന്നത്? p പ്ലസ് iq ആണ്. z raised to 1/3 p പ്ലസ് iq ആണെങ്കിൽ അതിന് നമ്മൾ ക്യൂബ് എടുക്കാം. ക്യൂബ് എടുത്ത് കഴിയുമ്പോൾ z is equal to p പ്ലസ് iq ഹോൾ ക്യൂബ് വരും. ഇനി a പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം റിയൽ ആൻഡ് ഇമേജിനറി പാർട്ട്. റിയൽ പാർട്ട് ഇമേജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ x നമുക്ക് എന്ത് കിട്ടും? p ക്യൂബ് മൈനസ് 3p q സ്ക്വയർ കിട്ടും. y എന്നുള്ളത് -3p സ്ക്വയർ ക്യൂബ് പ്ലസ് q ക്യൂബ് കിട്ടും. അപ്പൊ എക്സും വൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ x ബൈ പി പ്ലസ് y ബൈ ക്യൂ കണ്ടുപിടിക്കാം. x ബൈ പി പ്ലസ് y ബൈ ക്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -2 ഇൻറ്റു p സ്ക്വയർ പ്ലസ് q സ്ക്വയർ. ആ p സ്ക്വയർ പ്ലസ് q സ്ക്വയറിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തി. ആൻസർ -2 കിട്ടി. അപ്പൊ എല്ലാവരെയും കൃത്യമായിട്ട് എഴുതിയെടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ, the real part of e raised to 3 plus 4i into x is. The options എന്തൊക്കെയാണെന്ന് നോക്കാം. A e raised to 3x, B cos 7x, C e raised to 3x cos 4x, D e raised to 3x sin 4x, E 0. അപ്പോൾ e raised to 3 plus 4i into x ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിയൽ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, e raised 3 plus 4i into x നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ e raised to 3x plus i into 4x. അതിന് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ എന്തോ e raised to 3x into e raised to i 4x. എന്തുകൊണ്ടത് x raised to m plus n എന്ന് പറഞ്ഞാൽ എന്താണ്, x raised to m into x raised to n ആണ്. അപ്പൊ e raised to 3x plus i 4x എങ്ങനെ എഴുതാം, e raised to 3x into e raised to i 4x എഴുതാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, e raised to 3x into e raised to i theta എന്ന് പറഞ്ഞാൽ എന്താണ്, cos theta plus i sin theta എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, cos 4x plus i sin 4x എഴുതാം. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ഏതാണ്, therefore റിയൽ പാർട്ട് എന്താണ്, e raised to 3x cos 4x. ആൻസർ ഉണ്ടോ നോക്കിയേ, ഓപ്ഷൻ സി ആണ് ആൻസർ, e raised to 3x into cos 4x. അപ്പോൾ ആൻസർ എന്ത് കിട്ടി, e raised to 3x into cos 4x. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, e raised to i theta എന്നുള്ളത് cos theta plus i sin theta എന്ന് അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ e raised to i 4x എങ്ങനെ എഴുതിയത്, cos 4x plus i sin 4x എഴുതിയത്. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ റിയൽ പാർട്ടും കിട്ടും, ഇമേജിനറി പാർട്ടും കിട്ടും. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 10i by 1 plus 2i എത്രയാണ്? ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഓപ്ഷൻസ് minus 2i, B 2i, C minus 4 plus 2i, D 4 plus 2i, E 6i. ഇങ്ങനെയാണ് 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, 10i by 1 plus 2i ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10i into 1 minus 2i. 1 plus 2iയുടെ കോൺജുഗേറ്റ് എന്താണ്, 1 minus 2i. താഴെ നമ്മൾ 1 plus 2i into 1 minus 2i മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10i minus 10i into 2i ഇത്ര വരും, 20i സ്ക്വയർ വരും. 10 into minus 2 അപ്പോൾ മൈനസ് 20, i into i square divided by 1 plus 2i into 1 minus 2i, a plus b into a minus b എന്ന് പറഞ്ഞാൽ എന്താണ്, 1 square minus 2i the whole square. അപ്പോൾ നമുക്ക് 10i minus i square എത്രയാണ്, minus 1 ആണ്. അപ്പോൾ 10i plus നമുക്ക് 20 കിട്ടും. ന്യൂമറേറ്ററിൽ 10i plus 20 കിട്ടും, മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ നമുക്ക് 1, ഇവിടെ 2i സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ എത്രയാണ്, 4, i സ്ക്വയർ എന്ന് എത്രയാണ്, -1. അപ്പോൾ നമുക്ക് 1 plus 4 that is 10i plus 20 by 5 എന്ന് കിട്ടും. ഈ ന്യൂമറേറ്ററിൽ നമ്മൾ 10 നമ്മൾ പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, 10 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 10 പുറത്തെടുത്ത് 10 അല്ല, നമ്മൾ ന്യൂമറേറ്ററിൽ 5 പുറത്തെടുക്കുക. 5 പുറത്തെടുത്ത് കഴിയുമ്പോൾ 2i plus 4 വരും ഡിവൈഡഡ് ബൈ 5. ഈ 5 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 4 plus 2i. 4 plus 2i എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉണ്ട്. ഏതാണത്, ഡി. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, ഡി is equal to 4 plus 2i. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്, എല്ലാ കോംപ്ലക്സ് നമ്പറിന്റെയും സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ a plus ib രൂപമാണ്. അപ്പൊ a plus ib രൂപത്തിലേക്ക് മാറ്റാനായിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തുകൊണ്ട് മുകളിലും താഴെ നമ്മൾ വിളിച്ചു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താണ്, 4 plus 2. ഇതൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ.